وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. എന്താ നബി തങ്ങൾ പരാതി പറയുന്നത് അല്ലാഹുവോട്? അല്ലാഹുവേ, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി, എന്റെ ഈ ജനത, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഖുർആന് വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത് കൊണ്ടു നടന്നില്ല. അവരതിനെ മഹ്ജൂറാ, ബഹിഷ്കരിക്കപ്പെട്ടതാക്കി. ഇനി ഒന്നാലോചിച്ച് നോക്കി നിങ്ങൾ, അടുത്ത റമദാൻ വരാൻ പോകാം അല്ലെ? ഇന്നിപ്പോ ഒരു പക്ഷെ റബീഉൽ ആഖിർ കഴിഞ്ഞിട്ടുണ്ടാവും അല്ല, റബീഉൽ ആഖിർ മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി 4 മാസം കഴിഞ്ഞാൽ എന്ത് തുടങ്ങും? നോമ്പ് തുടങ്ങും. ആൾക്കാർ ബേജാറോടെ നോക്കണം, എന്താ ഉസ്താദ് നിങ്ങൾ പറയുന്നത്? നിങ്ങളാരും മാസം കാണില്ലേ? മാസം ഇനി 4 ഉള്ളൂ. 2 മാസം കഴിഞ്ഞാൽ ബാരിക്കലനാന്നുള്ള ദുആ വരും. റമദാൻ ഇപ്പൊ അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, റമദാൻ ഷരീഫ് കഴിഞ്ഞിട്ട് ഏകദേശം ഇവിടെ ഒരു 8 മാസത്തോളം പൂർത്തിയാകാണ് ഇന്നത്തേക്ക് അല്ലെങ്കിൽ ഇന്നലത്തേക്ക്. എത്ര ഖത്മ് നമ്മൾ തീർത്തു? ഖുർആനുള്ള വലിയൊരു ബഹുമാനല്ലേ, എത്ര ഖത്മ് തീർത്തു. ചില മഹാന്മാരൊക്കെ അവരെ വഫാത്തിന്റെ നേരത്ത് മക്കൾ വന്നിട്ട് കരയുമ്പോൾ മക്കളോട്, മക്കളെ കരയണ്ട, ബാപ്പ ഇക്കടക്കുന്ന കട്ടിലിൽ വെച്ച് 5000 ഖത്മ് തീർത്തിട്ടുണ്ട്, നിങ്ങൾ കരയണ്ട എന്ന് ഉച്ചസ്ഥരം പറഞ്ഞത് അവരുടെ ധൈര്യം വിശുദ്ധ ഖുർആൻ കൊണ്ടായിരുന്നു. നമുക്ക് മക്കളെ കരയേണ്ട, വാപ്പ കിടക്കുന്ന കട്ടില് ഒരു 100 ഖത്തം തീർത്തു എന്ന് പറയാനൊക്കോ? അവർ 5000, അതിന്റെ ഒരു ചെറിയ ശതമാനമായിക്കോട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കി, നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ച് നോക്കി, എത്ര നേരം കിട്ടിയിട്ടുണ്ട്. 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ മെസ്സേജ് വായിക്കുന്ന മഹാസംഭവങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവാർഡ് കൊടുക്കേണ്ടിവരുണ്ട്. അവർക്കൊന്ന് 1/2 മണിക്കൂർ ഖുർആന്റെ മുന്നിൽ തപസ്സിരുന്നിട്ട് ശരീരം ഒന്ന് കെട്ടിവെച്ചിട്ട് 2 മണിക്കൂറൊക്കെ ഗീബത്ത് പറയുന്ന മഹാദോഷികളുണ്ട്. 3 മണിക്കൂറൊക്കെ കിട്ടുന്നത് മുഴുവനും വിടുപ്പലക്കുന്ന ആളുകളുണ്ട്. അസ്ർ നിസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞാൽ മഗ്രിബ് വരെ മച്ചമാംസം തിന്നുന്നവരുണ്ട്. 1/2 മണിക്കൂർ ഖുർആനിന്റെ മുന്നിൽ ഒന്ന് തപസ്സിരിക്കാൻ നേരം കിട്ടുന്നില്ലേ ഒരു ദിവസവും? പിന്നെ നീയും ഖുർആനുമായി എന്ത് ബന്ധമാ? ഖുർആൻ നിന്റെ ഇമാമാണെന്ന് 4 മലക്കുകളോട് നിനക്കവരെ മുഖത്ത് നോക്കി പറയാൻ കഴിയുമോ സുഹൃത്തെ? നിന്റെ ഇമാം ആരാണെന്ന് മലക്കുകൾ ഖബറിൽ ചോദിക്കും. മന്നിമാമുക്, നീ പറയേണ്ട ജവാബ് എന്താണെന്നറിയോ? ഖുർആനു ഇമാമീ. അത് പറയാൻ നിനക്ക് യോഗ്യതയുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, യോഗ്യതയുണ്ടോ? 8 മാസമായില്ലേ ഇന്നത്തേക്ക് റമദാൻ കഴിഞ്ഞിട്ട്? ചുരുങ്ങിയത് 8 ഖത്മെങ്കിലും ആകണ്ടേ? ഒരു ഖത്മ് പോലും തീർക്കാത്തവർ ചിന്തിച്ചോ എത്ര ഭയാനകമായ സംഭവമാണ്. ഇത്രയും കാലം ജീവിച്ചിട്ട് ഈ സൗകര്യങ്ങളൊക്കെ അല്ലാഹു തന്നിട്ട് മണ്ണെണ്ണ വിളക്കൊഴിച്ചിട്ടതിന്റെ ആ തിരിയിൽ നിന്ന് പുകപടലങ്ങൾ മൂക്കിന്റെ ദ്വാരത്തേക്കും കണ്ണിലേക്കും ആവാഹിച്ചു വന്നിട്ട് കഷ്ടപ്പെട്ട് ഖുർആൻ ഓതി തീർത്ത ഉമ്മാമമാരില്ലേ, ഉപ്പാപ്പമാരില്ലേ? അവര് നമ്മളെ കാണുമ്പോ, അല്ലടോ ചങ്ങാതി, നിന്റെ വീട്ടില് ഏറ്റവും നല്ല സുഖത്തിന് നീ കഴിയുമ്പോ ഞാനൊക്കെ മണ്ണെണ്ണ വിളക്കിന്റെ ആ ഒരു കരി എത്രമാത്രമാ അനുഭവിച്ചത്. വൈദ്യുതി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ദാഹമായിരുന്നു. എന്നിട്ടും ചിമ്മിണി വിളക്ക് കത്തിച്ച് ഞാൻ ഖുർആൻ ഖത്മ് തീർത്തിട്ടുണ്ട്. നിനക്ക് ഈ സൗകര്യങ്ങളൊക്കെ അല്ലാഹ് തന്നിട്ട് അതേ ഒരു കാറ്റ് പോലും, ഒരു ചൂര് പോലും നിന്റെ മൂക്കിലേക്ക് വരാതെ, കരി പോലും വരാതെ നല്ല വെളിച്ചം തന്നിട്ട് എന്തുകൊണ്ട് നീ ഉപയോഗിച്ചില്ല? ഉമ്മമാരെ, അടുപ്പിൽ ഓടക്കുവേൽ കൊണ്ട് ഊതിയിരുന്ന ഉമ്മമാര് ഊതി 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 അവരെ ഹാർട്ടിന് രോഗം വന്നവരുണ്ട്, അവരെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞവരുണ്ട്, മൂക്കിന് ചീരാപ്പ് ജലദോഷം മാറാത്തവരുണ്ട്. ആ ഉമ്മമാരൊക്കെ സാഹസികമായിട്ടാണ് കുടുംബത്തിന് വേണ്ടി ഭക്ഷ്യവസ്തുക്കൾ പാചകം ചെയ്തതെങ്കിൽ സൗകര്യങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന നമ്മൾ സമയങ്ങൾ ചുരുങ്ങിയത് മതി ഭക്ഷണമുണ്ടാക്കാൻ. എന്നിട്ടും നമുക്ക് ഖുർആൻ ഓതാൻ, ഒരു ദിവസം ഒരു ജുസ് ഓതാൻ സമയം കാണുന്നില്ല. ഇത് പറഞ്ഞാൽ എത്രമാത്രം വലിയ സങ്കടകരമാണ്. അതുകൊണ്ട് നബിതങ്ങൾ ആഖിറത്തിൽ നമുക്കെതിരെ പറയുന്ന ഒരു വാക്കെന്താണെന്നറിയോ? യാ റബ്ബി, സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. ഇവരൊക്കെ തോൽക്കാൻ കാരണം എന്താ? അല്ലാഹുവേ, ഇവര് ഖുർആൻ ബഹിഷ്കരിച്ചു, ഇവര് ഖുർആൻ കയ്യൊഴിച്ചു, ഖുർആൻ വേണ്ടതുപോലെ ഓതിയില്ല, അത് ശ്രദ്ധിച്ചോതിയില്ല.
അതിനെ കൊണ്ട് നടന്നില്ല, അതിനെ ബഹുമാനിച്ചില്ല. മഹ്ജൂറൻ ഐ മത്റൂഖൻ, അതിനെ ഉപേക്ഷിക്കപ്പെട്ടു. അത് നമ്മളെ പറ്റി പറയരുത്. നമ്മൾ ഖുർആന്റെ ആളുകളാകണം. റബ്ബുൽ ആലമീന്റെ കിതാബാ നമ്മളെ കയ്യിലുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പരിപാലിക്കണം. നന്നായി ഓതണം, നന്നായി പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഓതുന്നതിൽ നമ്മൾ ശ്രദ്ധ പാലിക്കണം. മക്കളെയും കുട്ടിയിരുത്തി ഓതണം. നമ്മളൊക്കെ വാപ്പാര് വെല്ലിപ്പാരൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കുകയാണ്. മരിച്ചുപോയി പലരും. അള്ളാഹുർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒലിങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോഴും ബാപ്പാന്റെ ആ ശബ്ദം, വെല്ലിപ്പാന്റെ ശബ്ദമൊക്കെ ഇങ്ങനെ കാതിലേക്ക് വരികയാണ്. അവരന്നങ്ങനെ പറഞ്ഞതിന് അവർക്ക് എത്ര ദ്വാരനാലും മതിയാകൂല. നമ്മൾ ഇന്നല്ലേ അതിന്റെ സുഖം അനുഭവിക്കുന്നത്. അള്ളാഹുർക്ക് ദർജയേറ്റി കൊടുക്കട്ടെ. അവരൊക്കെ ഇതും സുബഹി നിസ്കാരം ഇങ്ങനെ ഇരിക്കുമ്പോ അവർ ചോദിക്കും, എന്താ അവിടുന്ന് ഖുർആനൊത്തൊന്നും കേൾക്കാത്ത? അപ്പൊ എല്ലാരും കൂടി ഒന്ന് നിസ്കാരം കഴിഞ്ഞിട്ടൊരു പക്ഷേ ഈ തണുപ്പൊക്കെ ആയിട്ടൊന്നും ഇങ്ങനെ ചുരുളാൻ നോക്കിയ കാരണം എല്ലാരും വേഗം ഖുർആനൊക്കെ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഊത്തുടങ്ങും. അവരാ ഒരൊറ്റ ശബ്ദം വന്നാൽ മതി. വെല്ലിപ്പ അങ്ങനെ ഉറങ്ങല്ല. വെല്ലിപ്പാന്റെ കയ്യിൽ ഇങ്ങനെ തസ്ബീഹ്മാലുണ്ട്, ഔറാദ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, ദിക്റിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ ദിക്റിങ്ങനെ ചൊല്ലി പൂർത്തിയാക്കി ഈ മാലൊരു ഭാഗത്ത് വെച്ച് വെല്ലിപ്പാന്റെ ആയുധങ്ങളെടുത്ത് ഉപ്പാന്റെ ആയുധങ്ങളെടുത്ത് പണിക്ക് പോകാൻ, ഹലാലായ നിലക്ക് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അവർ പോകാൻ. അതിനു മുമ്പ് എന്റെ വീട്ടിൽ എല്ലാ ദിവസവും ഖുർആൻ ഓതണം എന്നുള്ളത് ആ കുടുംബനാഥന്റെ ഒരു ചിന്തയില്ലേ? പ്രഭാതം എന്റെ വീട്ടിൽ പൊട്ടി വിടരുന്നത് ഖുർആനിന്റെ ശബ്ദവീജികൾ വാനലോകത്തേക്ക് മലക്കുകൾ ഉയർത്തിക്കൊണ്ടുപോയിട്ടാകണം. ഇത് ചിന്തിക്കുന്ന ബാപ്പമാർ, ഉമ്മമാർ എന്താ അവിടുന്ന് ഖുർആനോത്തില്ലേ, എന്താ നിങ്ങൾ ഓതുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴേക്ക് മക്കള് ചുറ്റുമിരുന്ന് ഖുർആൻ ഓതുന്നൊരു ശൈലി. നമുക്കതൊക്കെ കണ്ടാൽ ആ വീട്ടിൽ ചെറിയ ബർക്കത്തൊന്നല്ല ഉണ്ടാകുക, ചെറിയ സന്തോഷം നല്ല ഉണ്ടാകുക, നല്ല സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് വീടുകളിലൊക്കെ ഖുർആൻ ഓതണം. ഖുർആൻ വീട്ടിൽ ഒത്തു കുറഞ്ഞത് കൊണ്ടാണ് ഇന്ന് വീട്ടിലൊക്കെ പരസ്പരം പോരും പുൻറ്റും കണ്ടുകൂടായ്മയും. ഒരാൾ വന്ന ഒരു ദിവസം തന്നെ വീട്ടിൽ നിൽക്കാൻ തോന്നാത്തതും നിർത്താൻ തോന്നാത്തതും എന്താ? നമ്മളെ മനസ്സിന്റെ കേടാ. അക്സിറു തിലാവത്തൽ ഖുർആനി ഫീ ബുയൂതിക്കും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഖുർആനോത്ത് അധികരിപ്പിക്കുക. അക്സിറു തിലാവത്തൽ ഖുർആനി ഫീ ബുയൂതിക്കും. നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഖുർആനോത്ത് അധികരിപ്പിക്കുക. ഫൈനൽ ബൈത്തല്ലദീ ലാ യുഖറഉ ഫീഹി ഖുർആൻ, ഖുർആൻ ഓതാത്ത വീട് യഖില്ലു ഖൈറുഹു, നന്മ കുറയും. ഖുർആൻ ഓതാത്ത വീട്ടിൽ സമൃദ്ധി കുറയും. വയക്സുറു ശർറുഹു, എടങ്ങേറ് അധികരിക്കും. എടങ്ങേറ് പെരുത്തു വരും. ഒന്നിന് കഴിയുമ്പോ ഒന്നിന് ഇങ്ങനെ പെരുത്തു വരും. മാത്രമല്ല വയളീഖു അലാ അഹ്ലിഹി, ആ വീട്ടുകാർക്ക് വല്ലാത്ത മാനസിക പ്രയാസം വരും. അവർക്ക് അവിടെ ജീവിക്കാൻ തന്നെ സന്തോഷം തോന്നൂല. അപ്പൊ ഒരു വേറെ വീട്ടിക്ക് മാറും. വേറെ വീട്ടിക്ക് മാറിയാലും ആൾക്കാർ നന്നായെങ്കിലല്ലേ വീട്ടിൽ മാറിയിട്ട് കാര്യമുള്ളൂ. എല്ലാ ഭൂമി നല്ല ഭൂമി അല്ലാതെ ഭൂമിയല്ലേ. ഒരു വേറെ വീട്ടിക്ക് മാറും. അപ്പോൾ ഓരോ സ്വഭാവം അങ്ങനെയാണ്. പിന്നെ വേറെ വീട്ടിക്ക് മാറിയിട്ട് വരണ്ട. പിന്നെ അത് വിറ്റ് വേറെ വീട്ടിക്ക് മാറും. കാരണം അവരുടെ മനസ്സിൽ അവിടെ താമസിക്കാൻ പ്രയാസം തോന്നാണ്, മനസ്സിന് വല്ലാത്ത ഇടങ്ങേറ് തോന്നാണ്. ഖുർആൻ നന്നായി ഓതണം. ശൈത്താനെ വീട്ടിൽ നിന്ന് പടിയിറക്കണം. അതിന് ഖുർആന്റെ മുന്നിൽ തപസ്സിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബുൽ ആലമീന്റെ കിതാബിനെ ബഹുമാനിക്കും പോലെ ബഹുമാനിക്കണം. ഉമിനീര് കൂട്ടിയിട്ട് ഖുർആൻ മറിക്കാൻ പാടില്ല. ഖുർആനിലെ ദീനാർ ദിർഹം കറൻസി സൂക്ഷിക്കാൻ പാടില്ല. പൗഡർ ഖുർആൻ സൂക്ഷിക്കാൻ പാടില്ല. അടയാളത്തിന് വേണ്ടി ഒരു പക്ഷേ കടലാസോ നൂലോ എന്തെങ്കിലുമൊക്കെ വെക്കാം. മറ്റൊന്നും ഖുർആൻ സൂക്ഷിക്കാൻ പാടില്ല. എന്തൊരു ബഹുമാന ഖുർആന്. ഒരു സാധാ കിതാബായത്. ആ ബഹുമാനം പറഞ്ഞാണ്ടോ തീർക്കാൻ പറ്റുന്നത്? അത്രയും വലിയ കിതാബാണിത്. ഞാൻ നിർത്തുന്നു. മറ്റൊരായത്തും കൂടി നോക്ക് നിങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റിസാലത്ത് അല്ലാഹു തആല സ്ഥിരപ്പെടുത്തുകയാണ്. അം യഖൂലൂന ഇഫ്തറാ, ഈ നല്ല ഖുർആനെ പറ്റി അവർ പറയുന്നുണ്ടോ നബിയെ? ഇഫ്തറാഹു, ഇതിനെ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന്. അങ്ങനെ പറയാൻ കാരണം എന്താ? നിങ്ങൾ നോക്ക്, ഖുർആനെ നിർമ്മിച്ചുണ്ടാക്കിയതാ മറ്റതാ പറയാൻ കാരണം എതിർക്കാൻ ഏതായാലും കഴിയൂല. അതായത് പകരം കൊണ്ടുവന്നിട്ട് തോൽപ്പിക്കാൻ കഴിയൂല. അപ്പൊ പിന്നെ പൊതുവെ എന്താ പണി? ഉള്ളിനെ പറ്റി എന്തെങ്കിലും പറയാം. അതിപ്പോ ലോകത്തിന്റെ സംഭവം അങ്ങനെയാണ്. എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഉള്ളതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി പറയാം. അതെപ്പോഴും ലോകത്തെപ്പോഴും നിലനിൽക്കുന്ന പതി അങ്ങനെ. ഒരു നല്ല നിലക്കാ പോകുന്നത്, ഒരു നിലക്ക് എതിർക്കാൻ കഴിയില്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു മോശത്തിന് അപ്പുറത്തൊന്നും ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ടാണ് മറിച്ചിടണം.